നമസ്കാരം. നമ്മളുടെ കേരളത്തിലെ ഞരമ്പ് രോഗികൾക്ക് ആവേശം ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. നമ്മളുടെ ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ലേഡി ഫ്ലൈയിങ് ഓഫീസർ, പൈലറ്റ് എന്ന് വേണേലും സാധാരണ ഭാഷയിൽ പറയും, അവരുടെ മേലുദ്യോഗസ്ഥനായ ഒരു വിംഗ് കമാൻഡർ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് ആർമിയുടെ ആകുമ്പം ഈക്വൽ റാങ്ക് കേണൽ എന്ന് പറയും. അയ്യോ, നമ്മുടെ മോഹൻലാൽ കേണലല്ല, അത് ലെഫ്റ്റനന്റ് കേണൽ, അത് ചുമ്മാ ഉടായിപ്പ്. മറ്റേ കേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം കയ്യിലുള്ള കേണലാണ്. അവരെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്ത താണ്ടിപ്പ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സാധാരണക്കാരായ നമ്മൾ ജനങ്ങൾ കരുതും ആർമിയിലും എയർഫോഴ്സിലുമൊക്കെ ജോലി ചെയ്യാൻ പോകുന്ന സ്ത്രീകൾക്ക് പരിരക്ഷയുണ്ടെന്ന്. ഒരു കോപ്പുമില്ല. ഒരു മാസം മുൻപ് എൻ്റെ മകള് വലിയ പഠിത്തക്കാരിയാണ്. അവൾ എന്നോട് പറഞ്ഞ് അവക്ക് ആർമിയിൽ ഓഫീസറായിട്ട് പോകണമെന്ന്. ഞാൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു. നീ വേണേ IPS എഴുതിക്കോ, ഞാൻ സഹിക്കാം, പക്ഷെ ആർമിയിലെ ഓഫീസർ ആകണ്ടെന്ന് പറഞ്ഞു. അതിന്റെ കാരണം ഈ പെൺകുട്ടികൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഞരമ്പ് രോഗികൾക്ക് യാതൊരു പഞ്ഞവുമില്ല. അത് ആർമി ആയാലും എയർഫോഴ്സ് ആയാലും എല്ലാം. നമ്മളൊന്നറിയണം, നമ്മളുടെ വീട്ടിൽ നമ്മളുടെ സംരക്ഷണയിൽ വളരുന്ന പെൺകുട്ടികൾ, അഥവാ നമ്മളുടെ മക്കൾ തന്നെ ആയിക്കോട്ടെ, അവരെ നമ്മൾ ഈ നീചപ്രവർത്തിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ എന്ത് ചെയ്യണം? അത് തന്നെ ഈ വിംഗ് കമാൻഡറെ ചെയ്യണം. കാര്യം ഈ വിംഗ് കമാൻഡർ എന്ന് പറയുന്ന മഹാപുരുഷൻ, നമ്മളുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ധീര ജവാൻ, അവൻ ഈ പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ടവനാണ്. അതിനു പകരം അവൻ അവളെ ലൈംഗിക ആവശ്യത്തിന് വിനിയോഗിച്ചു എന്ന്. ഒരു കുറ്റം കൂടെ ഉണ്ട്. ആ ലൈംഗിക ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും റേപ്പ് മാത്രമാണെന്ന്. റേപ്പ് മാത്രമല്ല, ഓറൽ സെക്സ് എന്ന് പറയുന്നുണ്ട്. ഓറൽ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. പണ്ട് നമ്മുടെ സരിതാ നായർ പറഞ്ഞില്ലായിരുന്നോ, ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഏതാണ്ട് ചെയ്ത് കൊടുത്തതെന്ന്. അത് തന്നെ അതാണ് ഓറൽ സെക്സ്. ഇതിൽ കൂടുതൽ എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇത് കുഞ്ഞുങ്ങളോടൊക്കെ കാണുന്ന വീഡിയോകളാണ്, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ ഓറൽ സെക്സിന്റെ മഹാപുരുഷു, നമ്മളുടെ ഇന്ത്യയുടെ ധീര ജവാൻ, ഈ പറയുന്ന വിംഗ് കമാൻഡർ സംരക്ഷിച്ച് നിർത്തേണ്ട പെൺകുട്ടിയെ ബലാത്കാരം ചെയ്യുകയും ബലാത്സംഗം ചെയ്ത് അവളെ ഓറൽ സെക്സിന് വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുഴുവൻ ആർമിക്കാരുടെയും തല കൊയ്ത് മാറ്റിവെക്കേണ്ടതിന് തുല്യമാണ്. നാണമുള്ള ആർമിക്കാരുടെ തല കുനിയണം, വേണ്ടേ? കുനിയണം. അത് വിംഗ് കമാൻഡർ ഈ സത്പ്രവർത്തി ചെയ്തതിന് ശേഷം അവനെ സംരക്ഷിച്ചു നിർത്താൻ, പരിരക്ഷിച്ചു നിർത്താൻ ഇന്ത്യൻ എയർഫോഴ്സ്, IAF എന്ന് പറയും, ഇന്ത്യൻ എയർഫോഴ്സ്, അതിലെ മേലാളന്മാര്, അതല്ലെങ്കിൽ അവർക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ മേലാളന്മാര് പൂർണ്ണ പിന്തുണ കൊടുത്തു എന്നുള്ളതാണ്. 3 മാസം വരെ ഒരു ലേഡി ഓഫീസർക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയതിനു ശേഷം അതിന് പരിഹാരം കണ്ടെത്തേണ്ട മേലേമാര് 3 മാസം വരെ ഇതിന്റെ തെളിവെടുപ്പ് മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട് ഡ്രാമ കളിച്ചു. ആ പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കാത്ത വിധം ഹറാസ് ചെയ്യുകയും മെന്റൽ ടോർച്ചർ ചെയ്യുകയും ആത്മഹത്യക്ക് വരെ പ്രേരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തെങ്കിൽ ഇവനെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഇവൻ ഇന്ത്യൻ എയർഫോഴ്സിന് ശാപമാണ്, ഇന്ത്യൻ ആർമിക്ക് തന്നെ ശാപമാണ്. അവസാനം ഗത്യന്തരമില്ലാതെ ഈ പെൺകുട്ടി, ഈ ഫ്ലൈയിങ് ഓഫീസർ, ഒരു വകുപ്പ് പറയാനുണ്ട് അതിനിടയ്ക്ക്. ഈ 376 എന്ന് പറഞ്ഞാൽ റേപ്പാണ്, നമുക്കറിയാം. പക്ഷെ 376(2) എന്ന് പറയുന്ന ഒരു വകുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. തങ്ങളുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ലേഡി ഉദ്യോഗസ്ഥരെ വിശ്വാസവഞ്ചന നടത്തി റേപ്പ് ചെയ്യുന്നതിനെയാണ് 376(2) എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അത്ര എനിക്കറിയുള്ളൂ. അപ്പം സംരക്ഷിച്ചു നിർത്തേണ്ടവൻ തന്നെ ആ പെൺകുട്ടിയെ
ആ ഫ്ലൈയിങ് ഓഫീസറെ റേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ എത്ര നികൃഷ്ട ജന്മമാണെന്ന് നമ്മൾ ചിന്തിക്കുക. നടപടിയെടുക്കേണ്ട നമ്മളുടെ ഇന്ത്യൻ എയർഫോഴ്സ് അത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അപ്പം നമ്മളുടെ എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യയിലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത്രമാത്രം പരിരക്ഷയെ കൊടുക്കുന്നുള്ളോ, അഥവാ സ്ത്രീകളുടെ മാനത്തിന് ഇത്ര മാത്രം വിലയെ കൽപ്പിക്കുന്നുള്ളോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിന് മറുപടി പറയേണ്ടത് നമ്മളുടെ രക്ഷാമന്ത്രി എന്ന് പറയുന്ന ഒരാൾ അതിന്റെ മണ്ടക്കിരിപ്പുണ്ട്, ഇന്ത്യൻ ആർമിയുടെ ഒക്കെ തലപ്പത്ത്. രണ്ടാമതൊരാളൂടെ പറയണം, നമ്മളുടെ രാഷ്ട്രപതിയാണ് സുപ്രീം കമാൻഡന്റ്. അദ്ദേഹം അതിന് മറുപടി പറയണം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ഈ സുപ്രീം കമാൻഡന്റ്, നമ്മളുടെ പ്രസിഡന്റ് ഒരു വനിതയായതുകൊണ്ട് അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് മെഡിക്കലുകാരും വരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഇത്തരം ഫോഴ്സുകളിൽ ജോലി ചെയ്യാൻ പോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥ. ഇത് നമ്മളുടെ പോലീസിലൊക്കെ വളരെ സർവ്വസാധാരണമാണ്. ഒരുപാട് പരാതികൾ ഇതുമായിട്ടൊക്കെ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അതും മ്ലേച്ഛമാണ്. നമ്മളുടെ സമൂഹത്തിന്, ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്ന നമ്മളുടെ സാംസ്കാരിക ഇന്ത്യക്ക് തീരെ യോജിച്ചതല്ല. പ്രത്യേകിച്ച് ആർമി അല്ലെ എയർഫോഴ്സ് എന്ന് പറയുന്ന നമ്മളുടെ ഇത്തരം സംരക്ഷണ സേനകൾക്ക് ഒരു തരത്തിലും യോജിച്ചതല്ല എന്ന് പറയേണ്ടി വരും. വരും ദിവസങ്ങളിൽ ആ ഞരമ്പ് രോഗി വിംഗ് കമാൻഡറെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കൂടുതൽ പറഞ്ഞിട്ട് തൊണ്ട പൊട്ടുക. നമ്മളുടെ നാട്ടിലെ എല്ലാ മേഖലകളിലും ഈ ഞരമ്പ് രോഗികൾ ഇത്രയധികം വർദ്ധിക്കാൻ കാരണം നമ്മളുടെ ഭരണ സംവിധാനത്തിലെയൊക്കെ ലാഘവ ബുദ്ധിയാണ്. നമ്മളുടെ നാട്ടിലെ സ്ത്രീകൾക്ക് നമ്മൾ കൊടുക്കുന്ന പരിരക്ഷ ഇതൊക്കെയാണോ എന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ടി വരും. അപ്പൊ ശരി, ജയ് ഹിന്ദ്.